The moment of truth. For the hustlers in the kitchen. Hey guys, ninkallarkum enda baga oru charming namaskaram. I hope you guys are doing fantastic. Why you should be watching my videos? ഞാനൊരു ഷെഫാണ് ബൈ പ്രൊഫഷൻ. അപ്പോൾ പ്രൊഫഷണലി ഞാൻ ഈ ഫീൽഡിലുണ്ട് ഏകദേശം ഒരു 10-16 വർഷമായി ഈ ഫീൽഡിൽ. സോ ഐ ആം എ ഷെഫ് ആസ് വെൽ ആസ് എ റെസ്റ്റോറൻറ്റ് കൺസൾട്ടൻറ്റ്. ഇത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബിരിയാണിയാണ്, ഒരു മലബാർ സ്റ്റൈൽ ബിരിയാണിയാണ്. ഐ ഹോപ്പ് യു ഗൈസ് വിൽ എൻജോയ് ഇറ്റ്. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട്. സോ ഗൈസ്, നമ്മൾ ബിരിയാണിക്ക് വേണ്ടത് പ്രൈമറിലി നമ്മൾ ചിക്കൻ ബിരിയാണിയാണ് ചെയ്യുന്നത്. അപ്പോൾ യൂസ് ചെയ്യുന്നത് ബ്രോയിലർ ചിക്കനാണ്. 750 grams ചിക്കൻ എടുക്കുവാണ്. അതിലൂടെ നമുക്ക് സവാള വേണം, കുറച്ച് തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, അണ്ടിപ്പരിപ്പ് ആൻഡ് കൂട്ടത്തിൽ ഞാൻ കുറച്ച് പിസ്തയും കൂടി ഇട്ടിട്ടുണ്ട്. കുറച്ചൊന്ന് റിച്ച് ആക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് കറിവേപ്പില, പച്ചമുളക്, മല്ലിയില ആൻഡ് പുതിനയില. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് അടിപൊളി കൈമ റൈസ് നന്നായിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് നമ്മുടെ ടൂൾസ് എടുക്കാം. ഓക്കെ, ആദ്യം തന്നെ വേണ്ടത് നമുക്ക് നമ്മുടെ ഓണിയൻസ് സ്ലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കത്തിയാണ്. ലാലേട്ടൻ നമ്മുടെ അടുത്ത് പറയുന്ന മാതിരി ഇതെൻ്റെ പുതുപുത്തൻ ഷെഫ് നൈഫ്. സോ നമുക്ക് സവാള 2 കാര്യങ്ങൾക്ക് വേണം. ഒന്ന്, നമ്മുടെ ബിരിയാണി ഉണ്ടാക്കാൻ നേരത്ത് കുറച്ച് സവാള വേണം. അതല്ലാതെ നമുക്ക് കുറച്ച് ബ്രൗൺ ഓണിയൻസ്. സമയം നമ്മളിപ്പോൾ ക്വാണ്ടിറ്റി കുറവാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കട്ടിങ് കുറച്ച് ശ്രദ്ധിക്കണം. ഒരുപാട് അങ്ങോട്ട് റഫായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് അതിങ്ങ് കുക്കായി വരത്തില്ല. കുക്കല്ല, അത് ശരിക്കും ഒന്ന് അലിഞ്ഞ് വരത്തില്ല. അപ്പോൾ അത് കുറച്ച് നമുക്ക് ഇതേമാതിരി കുറച്ച് ഫൈനായിട്ട് അരിയാൻ പറ്റുമെങ്കിൽ ഫൈനായിട്ട് അരിയുക. മല്ലിയില വേണമെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് ചേർത്തോ. മല്ലിയുടെ ഒരു ഫ്ലേവർ നന്നായിട്ട് എടുത്ത് കാണാം. പച്ചമുളക് നമുക്കൊരു 2-3 കഷ്ണമായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്തോട്ട് ഇടുക. വെളുത്തുള്ളിയും ഇടുക, ഇഞ്ചി ഇടുക, ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കുരുമുളകും കൂടി ഇട്ടിട്ട് ചതച്ചെടുക്കുക. കണ്ടല്ലേ? ആദ്യം മാരിനേറ്റ് ഒന്നും ചെയ്യാത്ത ചിക്കൻ എടുക്കുക. ചിക്കൻ കംപ്ലീറ്റ് ആയിട്ട് പാനിനകത്തോട്ട് ഇട്ടതിന് ശേഷം ഓണിയൻ അതിൻ്റെ അകത്തോട്ട് അങ്ങ് വിതറി ഇടുക. ഓക്കെ, ഓണിയൻ നമുക്ക് ബ്രൗൺ ഓണിയൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. തക്കാളി അങ്ങനെ ഇതിൻ്റെ അകത്തോട്ട് അങ്ങ് ഇടുക. ചിക്കൻ ആവശ്യമുള്ള അത്രയും ഇതിൻ്റെ അകത്തോട്ട് അങ്ങ് ഇടുക. മല്ലിയില ഇടുക. ലേശം പുതിന കൂടുതലിടണ്ട, കുറച്ചിട്ടാൽ മതി. മുളക് പൊടി കുറച്ച് ചേർത്താൽ മതി. ഞാൻ ഈ അതേമാതിരി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പെരുംജീരകത്തിൻ്റെ പൊടി കുറച്ച് ചേർത്താൽ മതി. അതൊരു നല്ലൊരു ഫ്ലേവർ ആഡ് ചെയ്യും. ഗരം മസാലയാണ്. ഗരം മസാല അത്യാവശ്യം ആവശ്യത്തിന് ചേർക്കണം. ആവശ്യത്തിന് സോൾട്ട് ചേർക്കണം. ഒരുപാടാകാൻ പാടില്ല. ഐഡിയലി നമ്മളിതിനെ ഒരു 1/2 മണിക്കൂർ ഇങ്ങനെ ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. നാരങ്ങ നീരും കൂടി ചേർക്കുന്നുണ്ട് ഇതിൽ. പിന്നെ ലേശം കറിവേപ്പിലയും കൂടി. അത് നമ്മുടെ മലബാർ ബിരിയാണിയുടെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. അതിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്താലേ അതിന് ആ ഒരു ഗുമ്മ് കിട്ടും. ഇനി 1/2 മണിക്കൂർ മാരിനേറ്റായി. ഇതിനെ നമുക്കിനി ഇതിൻ്റെ അകത്തിട്ടിട്ട് കുറച്ചൊന്ന് കുക്ക് ചെയ്യുക. ചിക്കനെ ഭയങ്കരമായിട്ട് കുക്ക് ചെയ്യാനൊന്നും പോവില്ല. ജസ്റ്റ് ഓണിയൻസൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞ് വരണം. ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് കുക്കായി വരണം. ഒരു 60 to 70% മാത്രം കുക്ക് ചെയ്താൽ മതി ചിക്കന്. ആ ഉപ്പും അതിൻ്റെ സ്പൈസസും ആവശ്യത്തിനുള്ള ഫ്ലേവേഴ്സൊക്കെ അതിൽ നന്നായിട്ട് പിടിച്ച് കയറണം. നമുക്കിതിൽ കുറച്ച് നെയ്യ് ഒഴിക്കാം. സോ നമ്മുടെ ഫ്രൈഡ് ഓണിയൻസ് നമുക്കിതിലോട്ട് ചേർക്കാം. നല്ല ഗോൾഡൻ ബ്രൗണായി ഉടനെ എടുക്കുക. കണ്ടീഷനിലങ്ങ് എടുക്കുക. നമ്മുടെ അണ്ടിപ്പരിപ്പും കിസ്മിസും ലൈറ്റായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ ആക്കി എടുത്താൽ മതി. ആക്ച്വലി ഈ ഒരു കണ്ടീഷൻ ആകാൻ നേരത്ത് നമ്മൾ ഇതിലോട്ട് കുറച്ച് തൈരും കൂടി ഒഴിക്കും. നമുക്ക് ഏലക്ക ഒരു 4-5 എണ്ണം, കുറച്ച് ഗ്രാമ്പു, കുറച്ച് സിനമൺ സ്റ്റിക്ക് അല്ലെങ്കിൽ പട്ട. ഇതിന് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കും.
നമ്മൾ കണക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 1/2 kg റൈസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏകദേശം 750 ml വെള്ളം, പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിന് ഉപ്പിടും. വെള്ളം ഏകദേശം തിളച്ച് വന്നു. കുറച്ച് ക്യാരറ്റ് ഇടാറുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ. വെള്ളമൊക്കെ ഒന്ന് ലേശം വറ്റിയിട്ടുണ്ട്. ഏകദേശം കുറച്ച് ടൈറ്റായിക്കൊണ്ടിരിക്കുന്നു. പാല് ചേർത്ത് കൊടുത്താൽ ഒരു മയം കിട്ടും. സോ നമ്മുടെ റൈസ് ഏകദേശം സെറ്റായിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ആഹാ, ഇത് അത്യാവശ്യം ഒരു 80% വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിൻ്റെ കലാപരിപാടികളിലേക്ക് കിടക്കാം. ചിക്കൻ ഏകദേശം ഒരു 85 to 90% കുക്കായി. അപ്പോൾ ഇതിനെ ഇതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ ഇടുക. അപ്പം മുകളിലുള്ള റൈസ് ആദ്യം വരും, ഫസ്റ്റ് ലെയറായിട്ട് വരും. ഒരു ലെയറിലിടാം. ഫസ്റ്റ് ലെയറിൽ മല്ലിച്ചപ്പും പുതിനയും കുറച്ച് ഫസ്റ്റ് ലെയറിലങ്ങ് ഇടുക. അടുത്ത ലെയർ റൈസും കൂടി ഇടാം. ബാക്കിയുള്ള മല്ലിച്ചപ്പും ബാക്കി വരുന്ന നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് ലോക്ക് ചെയ്യും. ഞാനിങ്ങനെ ചെയ്തിട്ട് സ്ലോ ഫയറിൽ കുക്ക് ചെയ്യുക. ഞാനിതിനെ ഇൻഡക്ഷനിൽ സ്ലോ ഫയറിൽ കുക്ക് ചെയ്യും. ബിരിയാണി ദമ്മ് പൊട്ടിച്ച് നോക്കാം. ആഹാ, വാവ്. നമുക്കിനി ഈ ബിരിയാണി ഒന്ന് പൊട്ടിച്ച് നോക്കാം. ഹായ്, വാവ് വാവ്. റൈസ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ബിരിയാണി ഒന്ന് കോരുകയാണ്. ഒന്ന് എടുത്തൊന്ന്, നമ്മുടേതായ ഒരു സ്റ്റൈലുണ്ട് മലബാറിൽ, നമ്മുടെ നാട്ടിലുള്ളൊരു സ്റ്റൈലാണ്. ഈ ബിരിയാണീനെ ഒന്ന് നല്ല ഒന്നാന്തരമായിട്ട് ഇങ്ങനെ പൊതിഞ്ഞെടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. ആഹാ. സോ നമ്മുടെ ബിരിയാണി അങ്ങനെ റെഡി ആയിരിക്കുകയാണ്. ദ മൊമെൻറ്റ് ഓഫ് ട്രൂത്ത്. റൈസൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അടിപൊളി, സൂപ്പർ. തമാശ പറയില്ല, നല്ല ഒന്നാന്തരമായിട്ട് ചിക്കൻ കുക്കായിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ റൈസ്. ഗൈസ്, ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ദ റെസിപ്പി. നിങ്ങൾ റെസിപ്പിയുടെ ക്വാണ്ടിറ്റി ഒന്നും പേടിക്കണ്ട, അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൃത്യം മെൻഷൻ ചെയ്തേക്കാം. ഇതൊരു തുടക്കം മാത്രം. നിങ്ങൾക്ക് അഥവാ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്യാരി ഓൺ. ഇനിയും പ്രോത്സാഹിപ്പിക്കുക, നിങ്ങളുടെ ലൈക്സ് വല്ലാതെ തന്ന് പ്രോത്സാഹിപ്പിക്കുക. ഇതിലും അടിപൊളി വീഡിയോസ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. എനി വിച്ച് വേസ്. സോ ഗൈസ്, ദിസ് ഇസ് സുബിൻ സൈനിങ് ഔട്ട്. താങ്ക് യു. Subin Williams on the Subin Show, signing out slow.